ഇലക്ട്രോ എൻസെഫലോഗ്രാം അഥവാ EEG മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനാണ് EEG ഉപയോഗിക്കുന്നത്. ഇലക്ട്രോ എൻസെഫലോഗ്രാം EEG മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ. അത് ഇലക്ട്രോ കാർഡിയോഗ്രാം ECG. കാർഡിയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മിക്കാം ഹൃദയം. കാർഡിയോ എന്ന് പറയുന്ന പദം റിലേറ്റ് ചെയ്തേക്കുന്നത് ഹൃദയത്തിനെയാണ്. അപ്പോൾ ഇലക്ട്രോ കാർഡിയോഗ്രാം ECG ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനാണ് ECG ഉപയോഗിക്കുന്നത്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് എന്താ? EEG. ഓക്കെ. അൾട്രാസൗണ്ട് സ്കാനർ എന്താണെന്ന് പറഞ്ഞാൽ അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് ആന്തരാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കുന്നു. ആന്തരാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കുന്നത് ഇങ്ങനെ അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച്. അവിടെയാണ് അൾട്രാസൗണ്ട് സ്കാനർ ഉപയോഗിക്കുന്നത്. ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ മനസ്സിലാക്കുന്നത് ECG. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ മനസ്സിലാക്കുന്നത് EEG. അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് ആന്തരാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കുന്നത് അൾട്രാസൗണ്ട് സ്കാനർ. ഏതാണ് CT സ്കാനർ അഥവാ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാനർ. CT സ്കാനർ, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാനർ. എക്സ്റേയുടെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടെ ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്നു. ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങളാണ് ലഭ്യമാക്കുന്നത് എക്സ്റേൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടെ. CT സ്കാനർ, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫിക് സ്കാനർ. എക്സ്റേയുടെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടെ ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്നു. അടുത്തതാണ് MRI സ്കാനർ, മാഗ്നറ്റിക് റെസണൻസ് ഇമേജിംഗ് സ്കാനർ. ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്നു. എക്സ്റേയുടെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടെ ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്നത് CT സ്കാനർ. ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന വേറൊന്നാണ് MRI സ്കാനർ.